കൊല്ലത്തെത്തി ഗായ്സ് 150 റുപ്യ ഗായ്സ്. രത്നസസിന്റെ ഒരു നാടകമുണ്ട്. ചിക്കൻ ഫ്രൈ ഗായ്സ്, ബീഫിന്റെ ലിവർ. ഗായ്സ് ഇന്ന് നമ്മള് ഇവിടേക്ക് പോവാ. എവിടേക്ക്? കൊല്ലത്ത് പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ ഗായ്സ്. പിന്നെ മാത്രമല്ല കുറച്ച് സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? നമ്മൾ അവിടെ എത്തി കാണാം. ഓക്കെ ബൈ ഗായ്സ്. നമ്മൾ കൊല്ലത്തെത്തി ഗായ്സ്. ഇനി നമ്മൾ നല്ല വിശക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ ഗായ്സ്. എന്നിട്ട് പ്ലാൻ പറഞ്ഞാൽ എങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ ബൈ ഗായ്സ്. റൂം നമ്മൾ എടുത്ത് ഗായ്സ്. ഇപ്പം അങ്ങനെ റൂമൊക്കെ എടുത്ത് കഴിഞ്ഞ് ഫ്രഷ് ആവണം, ഒന്ന് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ കൂടുതലൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം ഗായ്സ്. വിശന്നിട്ട് വയ്യ ഗായ്സ്. അപ്പോൾ നല്ല ഷോപ്പൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കണം. ഹോട്ടലെത്തി ഗായ്സ്. ഞാൻ ഫുഡ് വെച്ചത് ഗൈസ്. ഞാൻ ബിരിയാണി കാത്തുന്ന ആദ്യമൊക്കെ ചോറ് വന്നു. ബിരിയാണി കഴിഞ്ഞു ഗൈസ്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ ബിരിയാണി അവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ കളിയാക്കണം ബിരിയാണി ഇട്ടതുകൊണ്ട്. കുഴപ്പമില്ല, ചോറുണ്ട്. പക്ഷെ ഗൈസ് 150 റുപ്യ ഗൈസ് ഒരു ഊണിന്. വലിയ എക്സ്പെൻസീവാണ്. പക്ഷെ ഫുഡ് കുഴപ്പമില്ല. പക്ഷെ 150 അത്രകളൊന്നുമില്ല. അപ്പോൾ എന്താ ഇവിടെ കിടന്നു പറഞ്ഞിട്ട് ഗൈസ്. അപ്പം അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ കൊല്ലത്ത് ആശ്രമ മൈതാനുണ്ട്. അവിടെ നമ്മുടെ രത്നസസിൻ്റെ ഒരു നാടകമുണ്ട്. അപ്പോൾ അത് കാണാൻ പോവാം. അപ്പോൾ നമ്മൾ അവിടെ തിരി കാണാം. കൊല്ലത്ത് ഓണത്തിന് അനുഭവിച്ച ഇവിടെ ഒരു പരിപാടിയാണ് ഗൈസ്. ഇവിടെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓരോന്നായിട്ട് പരിപാടി കാണിച്ചു തരാം.